എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. PM കിസാൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ കർഷക രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്യേണ്ടുന്നതുണ്ട്. ഇതെങ്ങനെ ചെയ്യാമെന്നും സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാമെന്നുമാണ് ഇന്നിവിടെ നോക്കുന്നത്. PM കിസാനുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിനായി നമ്മൾ ചെയ്യേണ്ടുന്നത് അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ എടുത്ത് അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ID കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടുന്നത്. ഇത് നല്ലൊരു വിഭാഗം കർഷകരും ആനുകൂല്യം കൈപ്പറ്റുന്നവരും ഇതിനോടകം ചെയ്തിട്ടുള്ളതാണ്. ഇതെങ്ങനെ ചെയ്യാമെന്നും ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്നും സ്റ്റാറ്റസ് പരിശോധിക്കാമെന്നുമാണ് ഇവിടെ നോക്കുന്നത്. ഇതാണ് ഇതിനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ്. ഇവിടെ വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ എല്ലാവരും വരുത്തി വയ്ക്കുന്നൊരു തെറ്റുണ്ട്. ഇത് കേന്ദ്രീകൃതമായ ഒരു സംവിധാനമാണ്. ഓരോ സംസ്ഥാനത്തിനും ഓരോ വെബ്സൈറ്റാണ് നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ കേരളത്തിന് ഉള്ളത് klfr.agristack.gov.in എന്ന വെബ്സൈറ്റാണ്. കേരള ഫാർമർ രജിസ്ട്രി എന്നവിടെ വരികയും ചെയ്യും. ഇത് പലരും മഹാരാഷ്ട്രയുടെയും ഉത്തർപ്രദേശിൻ്റെയൊക്കെ വെബ്സൈറ്റ് ഗൂഗിളിൽ തിരയുമ്പോൾ നമുക്ക് ലഭിക്കാറുണ്ട് തെറ്റായിട്ട്. അങ്ങനെ നോക്കിയാൽ നമുക്ക് ശരിക്കുള്ള റിസൾട്ട് ലഭിക്കില്ല. ഈ വെബ്സൈറ്റിൽ തന്നെ പ്രവേശിക്കണം. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. മൊബൈൽ ഉപയോഗിച്ചും നിങ്ങൾക്കിത് പരിശോധിക്കാവുന്നതാണ്. ഈ സൈറ്റിൽ പ്രവേശിച്ച ശേഷം മുകളിൽ ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് പരിശോധിച്ച് എൻറോൾ ചെയ്തിട്ടുണ്ടോ, അപ്രൂവായി നമുക്ക് ID ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുവാൻ സാധിക്കും. ഇവിടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ എന്നറിയാനായിട്ട് ആധാർ നമ്പർ, എൻറോൾമെൻറ്റ് ID, ഫാർമർ ID ഇവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഇവിടെ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളത് ആധാർ നമ്പർ കൊടുക്കുന്നതാണ്. PM കിസാൻ്റെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ ഇവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ ആധാർ നമ്പറിന് നേർക്കുള്ള റൗണ്ട് എനേബിളായി വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ആധാർ നമ്പർ കൊടുത്ത് ചെക്ക് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഫാർമർ നെയിം, കർഷകൻ്റെ പേര് വന്നിട്ടുണ്ട്. അതുപോലെ എൻറോൾമെൻറ്റ് ഡേറ്റ്, ഇത് ചെയ്തത് 2025 ജൂൺ മാസത്തിലാണെന്ന് ഇവിടെ കാണാം. ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടാണ് നമ്മൾ ഈ കർഷക രജിസ്ട്രി അഗ്രിസ്റ്റാക്കിൽ ചെയ്തിരുന്നത്. അതിനുശേഷം ഫാർമർ ID എന്ന് പറഞ്ഞ് അവിടെ ഒരു 11 ഡിജിറ്റുള്ള ഫാർമർ ID കൊടുത്തിട്ടുണ്ട്. തുടർന്ന് ഫാർമർ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് രജിസ്റ്റേർഡ് എന്നും ആക്റ്റീവ് എന്നും കൊടുത്തിരിക്കുന്ന കാണാം. അപ്രൂവൽ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്രൂവ്ഡോ റിജക്റ്റഡോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2025 സെപ്റ്റംബർ 24 അപ്രൂവ് ആയതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാറ്റസ് എല്ലാം ഓക്കെയാണ്. ഈ ഒരു കർഷകൻ ഇനി ഈ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കാണാം. നല്ലൊരു ശതമാനം PM കിസാൻ ഗുണഭോക്താക്കളും ഇതിനോടകം അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇനിയും ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ സ്റ്റാറ്റസിൽ റിജക്റ്റഡ് എന്നൊക്കെയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. രജിസ്ട്രേഷൻ ചെയ്യേണ്ടുന്നവർക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നതിൻ്റെ വളരെ വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോയുടെ ലിങ്ക് മുകളിൽ I ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും ഫസ്റ്റ് കമൻറ്റിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി ചെയ്യാനുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. മറ്റ് റിജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ചാനലിൽ ലഭ്യവുമാണ്. ഇവയൊക്കെ PM കിസാൻ എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം. ഇവിടെ കർഷക രജിസ്ട്രേഷൻ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനം ഇതുവരെയും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അതിൻ്റെയും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.